ബിജെപിയും ആർഎസ്എസുമായുള്ള എന്റെ വ്യക്തിബന്ധം പിണറായി സർക്കാരിന്റെ വിവിധ പദ്ധതികൾക്ക് ഉപയോഗപ്പെടുത്തിയെന്ന് കെ.വി. തോമസിന്റെ വെളിപ്പെടുത്തൽ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കേരള ഹൌസിൽ പിണറായി വിജയനൊപ്പം പ്രഭാത വിരുന്നിനെത്തിക്കാനായി ആന്റണി മന്ത്രിസഭയിലും ഈ ബന്ധം ഉപയോഗപ്പെടുത്തി. വാജ്പേയിയുമായും എൽ.കെ. അദ്വാനിയുമായും മോഹൻ ഭാഗവതുമായും ഉണ്ടാക്കിയ വ്യക്തിബന്ധങ്ങൾ സംസ്ഥാനത്തിന്റെ മുന്നോട്ടു പോക്കിന് ഉപയോഗിച്ചുവെന്നും ന്യൂസ് മലയാളത്തോട് കെ.വി. തോമസ് പറഞ്ഞു. അത് വാജ്പേയിയുടെ കാലഘട്ടത്തിൽ, അദ്വാനിയുടെ കാലഘട്ടത്തിൽ, ഡൽഹിയിലുണ്ടായിരുന്ന എൻ്റെ 84 മുതൽ 96 വരെ 12 വർഷക്കാലം അന്ന് വാജ്പേയിയുമായിട്ടും അദ്വാനിയായും അതുപോലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ഉണ്ടാക്കിയ ബന്ധം പല കാര്യത്തിലും അക്കാലം മുതൽ ബി.ജെ.പിയുടെ നേതൃത്വവുമായി എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയമായിട്ടല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഇവരുടെ സഹായം വേണം. ആ ബന്ധം നമുക്ക് ഗുണകരമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പിണറായി വിജയൻ്റെ പ്രവർത്തന ശൈലിയെ കുറിച്ചുള്ള അദ്ദേഹത്തെ താങ്കളുമായിട്ടുള്ള ഒരു ബന്ധം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഉണ്ടോ? എന്താണ്? ഞാൻ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് കരുണാകരനെ പോലെയാണ്. ലീഡറൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. പക്ഷെ കരുണാകരൻ്റെ ആ പ്രതിബദ്ധത, നിശ്ചയദാർഢ്യം, കരുത്ത് ഞാൻ സമാനമായി കാണുന്നത് പിണറായി വിജയനെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ഇങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറയില്ല, പക്ഷേ സ്നേഹമുള്ള ആളാണ്. ശരത്ലാൽ വിവരങ്ങളുമായി ചേർന്നുണ്ട് ഡൽഹിയിൽ നിന്ന് തത്സമയം. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ.വി. തോമസിന്റെ ഈ വാക്കുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. അതുതന്നെയാണ്. കാരണം കഴിഞ്ഞ 3 വർഷം കേരളത്തിലെ പ്രത്യേക പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ പ്രവർത്തിച്ചു വരുന്നു കെ.വി. തോമസ്. ആ കെ.വി. തോമസ് നിരവധി വളരെ പ്രധാനപ്പെട്ട കാര്യം, നിർമ്മല സീതാരാമനെ കേരള ഹൗസിലെത്തി പ്രഭാത ഭക്ഷണം കഴിപ്പും മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരുന്ന് പ്രഭാത ഭക്ഷണം കഴിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് ചർച്ചകൾ പോലെ നീട്ടുന്ന തരത്തിലേക്ക് ബി.ജെ.പി. സർക്കാരുമായി അല്ലെങ്കിൽ മോദി സർക്കാരുമായി ഒരു ബന്ധം ഊഷ്മളമാക്കുന്നതിൽ താൻ വഹിച്ച പങ്കിനെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. അത് അദ്ദേഹത്തിന് മോഹൻ ഭാഗവതുമായി കരുണാകരൻ്റെ കാലം മുതൽ തന്നെ ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാജ്പേയി ബന്ധമുണ്ടായിരുന്നു, ഗഡ്കരിയുമായിട്ട്, പീയൂഷ് ഗോയലായിട്ട്, അങ്ങനെ നീണ്ട നിര ബി.ജെ.പി. നേതാക്കൾ വ്യക്തിബന്ധമുണ്ട്. ഇത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും താല്പര്യത്തിനും വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിന് മറ്റൊരു കാര്യം കൊണ്ട് അദ്ദേഹം ബി.ജെ.പി. ആർ.എസ്.എസ്. നേതൃത്വമായി അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധം അതിപ്പോഴും തുടരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി താനത് ഉപയോഗിച്ചു. അത് വ്യക്തിപരമോ രാഷ്ട്രീയമല്ല. തനിക്ക് രാഷ്ട്രീയപരമായിട്ട് തന്നെ നേരത്തെ തനിക്ക് ഓഫർ ഉണ്ടായിരുന്നു, അത് താൻ നിരസിച്ചതാണ്. താൻ ഒരു നെഹ്റുവിയൻ കോൺഗ്രസ് ആണ്, അതുകൊണ്ട് തന്നെ CPM-ലും താൻ ഒരിക്കലും അംഗത്വം എടുത്തില്ല. അതുതന്നെയാണ് തന്നെ CPM ആയിട്ട് സഹകരിച്ചു പോകുമ്പോൾ ഞാൻ ശരത്തിലേക്ക് മടങ്ങി വരാം.